വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിലേഴ്സ് ഇൻ മലയാളം. അതാണ് കിഷ്കിന്ത കാണ്ഡത്തിൻ്റെ ട്രെയിലർ. ഇത് ടീസറിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നു. ടീസറിൽ ജസ്റ്റ് ഒരു നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റാർട്ടർ പോലെ ജസ്റ്റ് എന്തോ കുറച്ചിങ്ങനെ സംഗതി കാണിച്ച് വെച്ചു പോയി. എന്നാൽ ട്രെയിലറിലേക്ക് എത്തിയപ്പോഴത്തേക്കും കുറേ നേരമുണ്ട് ട്രെയിലർ, പക്ഷേ ഒന്നും നമുക്ക് പിടി തരില്ല. ഇങ്ങനെ വേണം ട്രെയിലർ ഉണ്ടാക്കാൻ. ഏത് സിനിമയുടെ ആയാലും ഇങ്ങനെ ആയിരിക്കണം ഉണ്ടാക്കാൻ. ഇത് കണ്ടിട്ട് എന്തൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ട്. പോലീസ് വരുന്നു, പട്ടാളം വരുന്നു, ഈ വിജയരാഘവൻ്റെ തോക്കിൻ്റെ ലൈസൻസ് ഞങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ മകനായിട്ടുള്ള ആസിഫ് അലി എന്തൊക്കെയോ പറയുന്നു. ആസിഫ് അലിയുടെ ചേട്ടനായിട്ട് വന്ന ആൾ, എടാ നിന്നെയൊക്കെ നീയൊക്കെ അച്ഛനെ കാണുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള പഴയ മുറ്റ് ടീമുകളാണെന്ന് അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ താമസിക്കുന്നതൊരു കാടിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെയുള്ള കുറേ കുരങ്ങന്മാരെ കാണിക്കുന്നു. ആ കുരങ്ങന്മാർ ട്രാവൽ ചെയ്യുന്ന ദിശ എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ മൊത്തത്തിലൊരു എന്താണിപ്പോൾ, കാട്ടിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ, അതോ കുരങ്ങന്മാരായിട്ട് എന്താ കണക്ഷൻ? കിഷ്കിന്ത കാണ്ഡം എന്ന് പേരുമുണ്ട്. പേരും നല്ല രസമായിട്ട് നമ്മളിങ്ങനെ മൊത്തത്തെ ഒരു ഇൻട്രീഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിലറിൽ വളരെയധികം ഹൈ ആയിട്ടുണ്ട്. ഇത്ര നല്ലൊരു ട്രെയിലർ ഞാൻ അടുത്തെങ്ങും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇറങ്ങിയ കുറേ ട്രെയിലേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട്. ബാഡ് ബോയ്സ്, പിന്നെ ഈ കൊണ്ടൽ, പിന്നെ ഇപ്പോൾ ദേവര, പിന്നെ അജയൻ്റെ രണ്ടാം മോഷണം, റിലീസ് ട്രെയിലർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ കുറേ ഒന്നും കണ്ടില്ല. ബാഡ് ബോയ്സിൻ്റെ ട്രെയിലറൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. ആകെ ടീച്ചറും കണ്ടുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഈ റിലീസ് ട്രെയിലർ, അജയൻ്റെ രണ്ടാം മോഷണം റിലീസ് ട്രെയിലറൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ അത് ആദ്യത്തെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എന്താണ് ഇതിനകത്ത് ഉള്ളതെന്ന് അവർ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ദേവരയുടെ ട്രെയിലറിലും കൃത്യമായിട്ട് ഫൈറ്റ് സീനൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അതൊക്കെ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പിടിയും തരുന്നില്ല. ഇത് ഞാൻ പറയണത് എല്ലാ സിനിമകൾക്കും, കോമഡി ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ വലിയ സസ്പെൻസ് ഒന്നും ഇല്ലാത്ത സംഗതികളായിക്കോട്ടെ, എല്ലാത്തിലും എന്തെങ്കിലും സർപ്രൈസ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ കൊതിപ്പിച്ചിട്ട് കടന്നു കളയണം. നമ്മൾ പോയി കാണണം, നമുക്ക് പോയി കാണണം എന്നുള്ളൊരു തോന്നൽ തന്നെ. ഇത് സിനിമ എങ്ങനെയായിരിക്കും എന്നറിയില്ല, പക്ഷേ ഈ കണ്ടിടത്തോളം ഒരു പിടിയും തരാത്ത ഒരു ട്രെയിലർ. എന്നാൽ നമ്മളിങ്ങനെ കൊതിപ്പിക്കുന്നു, എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ വരുന്നു. ചിലപ്പോൾ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് പോയിട്ടൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ കണ്ടതിൽ വെച്ച് വളരെ നല്ലൊരു ട്രെയിലർ കിഷ്കിന്ത കാണ്ഡം, പറയാതെ വയ്യ. ആരായാലും മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഒത്തു വന്നിട്ടുണ്ട്. ട്രെയിലർ ഉണ്ടാക്കിയ ആളെ സമ്മതിക്കണം.